ഒരു പിടി നല്ല ചിത്രങ്ങളും അതോടൊപ്പം ഒരുപാട് പരാജയങ്ങളും ഏറ്റുവാങ്ങിയാണ് മലയാള സിനിമാ ലോകം 2023 വിട പറയുന്നത്. 2024 ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ചിത്രങ്ങളും റിലീസിനായി തയ്യാറെടുക്കുന്നുണ്ട്. ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ മുതൽ ചെറിയ ചിത്രങ്ങൾ വരെയുണ്ട് ഈ ലിസ്റ്റിൽ. അത്തരത്തിൽ നമ്മൾ കാത്തിരിക്കുന്ന 2024 ചിത്രങ്ങൾ ഏതെന്ന് നോക്കാം ഇന്നത്തെ ഈ വീഡിയോയിൽ. മലൈക്കോട്ടെ വാലിബൻ. LJP മോഹൻലാൽ കോംബോ ആദ്യമായി കൈകോർക്കുന്ന മലൈക്കോട്ടെ വാലിബനിൽ വലിയ പ്രതീക്ഷയാണ് സിനിമാ ലോകം വച്ചു പുലർത്തുന്നത്. ഏത് ടൈപ്പ് സിനിമയാണെന്ന് ഒരു വ്യക്തമായ സൂചന സിനിമ ഇതുവരെ തന്നിട്ടില്ല. 2 പാട്ടുകളും ഒരു ടീസറും സിനിമയുടേതായി ഇറങ്ങിയിട്ടുണ്ട്. വ്യത്യസ്തമായൊരു ഗെറ്റപ്പിലാണ് ലാലേട്ടൻ ഈ സിനിമയിലെത്തുന്നത്. ചിത്രം ജനുവരി 25 റിലീസാകും. ഭ്രമയുഗം. ഭൂതകാലത്തിൻ്റെ ഡയറക്ടർ രാഹുൽ സദാശിവൻ ഡയറക്റ്റ് ചെയ്യുന്ന മമ്മൂക്ക ചിത്രം ഭ്രമയുഗം അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. മമ്മൂക്ക ഒരു വ്യത്യസ്ത ഗെറ്റപ്പിലെത്തുന്ന ചിത്രം ഒരു പീരിയോഡിക് ഹൊറർ ത്രില്ലർ ആയിരിക്കും എന്നാണ് ഇതുവരെയുള്ള സൂചന. ചിത്രം ഫെബ്രുവരി റിലീസായി തിയേറ്ററുകളിലെത്തും. എബ്രഹാം ഓസ്ലർ. 5ാം പാതിര എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മിഥുൽ മാനുവൽ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് എബ്രഹാം ഓസ്ലർ. 5ാം പാതിരയെ പോലെ തന്നെ ഒരു ത്രില്ലർ ചിത്രമാണ് ഓസ്ലറും. മമ്മൂക്ക ഈ ചിത്രത്തിൽ ഒരു എക്സ്റ്റൻഡഡ് കാമിയോ റോളിൽ എത്തുന്നതെന്നതും ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ചിത്രം ജനുവരി 11 റിലീസാകും. ആവേശം. രോമാഞ്ചം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിത്തു മാധവൻ ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രമാണ് ആവേശം. ഫഹദ് ഫാസിലാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത്. ഒരു കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ ചിത്രമായിരിക്കും ആവേശം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. രോമാഞ്ചം പോലെ തന്നെ ഡയറക്ടറുടെ റിയൽ ലൈഫ് ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടാണ് ചിത്രം ഏപ്രിൽ 10 റിലീസ് ചെയ്യും. വർഷങ്ങൾക്ക് ശേഷം. ഹൃദയം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ, ധ്യാൻ എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. കൂടാതെ നിവിൻ പോളിയുടെ ഒരു ഗസ്റ്റ് റോളും ചിത്രത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏപ്രിൽ 11 ചിത്രം റിലീസ് ചെയ്യും. ആടുജീവിതം. പൃഥ്വിരാജ് ബ്ലസ്സി കൂട്ടുകെട്ടിൻ്റെ ആടുജീവിതം മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ്. ബെന്യാമിൻ്റെ ഇതേ പേരുള്ള കഥയെ അടിസ്ഥാനമാക്കി ഇറങ്ങുന്ന ചിത്രം ഒരുപാട് കാലമെടുത്താണ് പൂർത്തിയാക്കിയത്. കഥാപാത്രത്തിനു വേണ്ടി പൃഥ്വിരാജ് നടത്തിയ മേക്ക് ഓവർ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. ചിത്രം ഏപ്രിൽ 10 റിലീസ് ചെയ്യും. ബറോസ്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത് പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ഒരു 3D ഫോർമാറ്റിലാണ് റിലീസാവുക. അഭിനേതാക്കളുടെ അധികവും ഫോറിൻ ആക്ടേഴ്സാണ്. ചിത്രം മാർച്ച് അവസാനം റിലീസാവും. ബസൂക്ക. ഡിനോ ഡെന്നിസ് ഡയറക്റ്റ് ചെയ്യുന്ന മമ്മൂക്കയുടെ ബസൂക്ക ഒരു ഗെയിം ത്രില്ലർ ചിത്രമാണ്. ഈ ഒരു ജോണറിൽ ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഒരു ചിത്രം ഇറങ്ങുന്നത്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വളരെയധികം ശ്രദ്ധയാകർഷിച്ചിരുന്നു. റിലീസ് ഡേറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. അജയൻ്റെ 2ാം മോഷണം. ജിത്തുലാൽ ഡയറക്റ്റ് ചെയ്യുന്ന ടൊവിനോ ചിത്രം അജയൻ്റെ 2ാം മോഷണം ഒരു പീരിയോഡിക് ചിത്രമാണ്. ചിത്രത്തിൻ്റെ ടീസർ ഇറങ്ങിയിരുന്നു. ചിത്രം 2024 പകുതിയാകുമ്പോഴേക്കും റിലീസ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. വലിയ ബജറ്റിൽ ഇറങ്ങുന്ന ചിത്രം ടൊവിനോയുടെ കരിയർ ബെസ്റ്റ് ആയിരിക്കുമെന്നാണ് കരുതുന്നത്. കത്തനാർ. റോജിൻ തോമസ്, ജയസൂര്യ കൂട്ടുകെട്ടിൻ്റെ കത്തനാർ ഒരു പീരിയോഡിക് ഫാൻറ്റസി ത്രില്ലർ ചിത്രമാണ്. ബിഗ് ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ചിത്രം 2 ഭാഗങ്ങളായിട്ടാണ് ഒരുങ്ങുന്നത്. ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാൻ ഇന്ത്യൻ റിലീസായിട്ടായിരിക്കും ചിത്രം ഒരുങ്ങുക. ചിത്രത്തിൻ്റെ ഒരു ടീസർ ഇറങ്ങിയിരുന്നു. അത് വളരെയധികം ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. മഞ്ഞുമൽ ബോയ്സ്. ജാനേമൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം ഡയറക്റ്റ് ചെയ്യുന്ന മഞ്ഞുമൽ ബോയ്സ് 2024 റിലീസായി എത്തും. സൗബിൻ ഷാഹിർ, ആലു വർഗീസ്, ശ്രീനാഥ് ബാസി, ഗണപതി തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്നു. സുഷിൻ ശ്യാമാണ് ചിത്രത്തിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ 2024 പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഏത് ചിത്രത്തിനാണ്? കമൻറ്റ് ചെയ്യുമല്ലോ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.